അതെ, എന്തിനടിക്കുന്നുവെന്നോ? അടിച്ചതല്ലണ്ണ, ഇത് രക്ഷാപ്രവർത്തനം. അതെ, കാരണം നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് കറുപ്പിൻ്റെ ഒരു അലർജിയുണ്ട്. കുറേ പേര് കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു, വണ്ടിയുടെ കുറുകെ കൂടി ചാടി. അതെ അതെ, അവരെ അടിച്ചു വീഴ്. അതെ, നമ്മളൊരു കാര്യം ചെയ്യണ്ടേ? കാരണം അവരെ രക്ഷിക്കുക. അവർ വണ്ടിയുടെ കുറുകെ ചാടിയാൽ എന്ത് ചെയ്യും? അപകടം സംഭവിക്കില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവയുടെ അടിച്ച് തള്ളിയിടണം. തള്ളിയിട്ടാൽ എന്ത് ചെയ്യും? അവർക്കൊന്നും സംഭവിക്കില്ലല്ലോ. ആ ചെറിയ പരിക്കല്ലേ പറ്റുള്ളൂ. അതെ, രക്ഷിക്കുക എന്നുള്ള, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള നമ്മുടെ കടമയാണ് ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും. കാരണം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മറ്റുള്ളവരെ, നമ്മളെപ്പോൾ നമ്മുടെ അയൽക്കാരനെ കാണണം, അവരെ രക്ഷിക്കണ്ടേ? നമുക്ക് റോഡിൽ സഞ്ചരിച്ചാലും മതിയോ? എനിക്ക് ആ കറുത്ത മാസ്ക് ഇട്ട് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാലോ, എൻ്റെ കാലീനെ അരിച്ച് കയറുമോ ദേഷ്യം എന്ന് പറയുന്നത്. കറുപ്പ് എനിക്ക് ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് കറുത്ത വസ്ത്രമിട്ടവരോ, കറുത്ത മാസ്ക് ഇട്ടവരോ, കറുത്ത തുണിയുമായി നടക്കുന്നവരോ, അതെ, അപ്പം മരണവീടിൽ കരിങ്കൊടി. ആ മരണവീട്ടിൽ കരിങ്കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ അത് മാറ്റി സ്ഥാപിച്ചാൽ പോരെ? ഞാൻ പോകുന്നിടത്തു കൂടി കരിങ്കൊടി എന്തിനാണ് സ്ഥാപനം? മരണ വീട്ടിലായാലും ശരി, കരിങ്കൊടി വെക്കരുത്. കരിങ്കൊടി കറുപ്പ് നല്ലതിൻ്റെ ലക്ഷണമല്ല. അയ്യോ, കറുപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറുപ്പ് കാണുമ്പോൾ എന്ത് തോന്നും? ഒരു നെഗറ്റീവ് തരംഗം ഉണ്ടാകുന്നില്ലേ? അത് തന്നെ കറുപ്പ് എന്ന് പറയുമ്പോൾ അതെ അതെ അതെ, എന്തോ ദുരന്തം ഉണ്ടായി എന്നുള്ള ഒരു ചിന്ത വരുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ആണോ? നന്മയാണ് എൻ്റെ ലക്ഷ്യം. അതെ അതെ അതെ, ഹെൽമെറ്റ് അതിന് തന്നെയാണ്, ആളുകളെ രക്ഷിക്കുവാൻ. ഹെൽമെറ്റ് എന്തിനാണ്? രക്ഷാ കവചമാണ്. അതെ അതെ, അതുകൊണ്ടാണ് അവരെ ഹെൽമെറ്റ് ഇട്ട് കൊട്ടുകൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്തു? റോഡും ശരിയായി, ബാക്കിയെല്ലാം ശരിയായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആവശ്യമില്ലാത്തടത്ത് കറുത്ത വസ്ത്രമോ കറുത്ത തുണികളോ ഉപയോഗിക്കരുത്.